സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ്രോയിഡ് മലയാളി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ ഗായ്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഗ്രാഫിക്സ് കാർഡിനൊപ്പം വരുന്ന Nvidia ഡ്രൈവർ, നിങ്ങൾ Nvidia ആണെങ്കിൽ അതിൻ്റെ Nvidia ഡ്രൈവർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ വലതുവശത്ത് താഴെയായിട്ട് കാണുന്ന കുറച്ച് ഐക്കൺസ് ഉണ്ട്. അതിൽ നിന്ന് Nvidia ഐക്കൺ സെലക്ട് ചെയ്യുക. എല്ലാ സിസ്റ്റത്തിലും ചിലപ്പോൾ ഈ ഐക്കൺ പുറത്ത് കാണണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ മുകളിലായിട്ടൊരു ആരോ മാർക്കിൻ്റെ ചിഹ്നം കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ Nvidia ഐക്കൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ Nvidia GeForce Experience സെലക്ട് ചെയ്യുക. പിന്നീട് വരുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ് അവൈലബിൾ ആണെങ്കിൽ ഡ്രൈവർ എന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യും. ഇത് കുറച്ച് നല്ല സൈസ് വരും. നിങ്ങൾ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് ചെയ്യാൻ നിൽക്കരുത്. വൈഫൈ ആണ് കുറച്ചുകൂടി ഉത്തമം. കാരണം 600 MB ഇടയ്ക്കാണ് ഈ അപ്ഡേറ്റ് വരിക. നോർമലി അത്രയാണ്, ഏകദേശം 400 മുതൽ 600 MB 1 GB ആണ് ഇതിൻ്റെ അപ്ഡേറ്റ് സൈസ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ഞാൻ ഡൗൺലോഡ് സ്കിപ്പ് ചെയ്തു. ഇപ്പം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ എക്സ്പ്രസ് ഇൻസ്റ്റാളേഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിക്കും. ഇൻസ്റ്റാൾ ചെയ്യാൻ ചോദിച്ചാൽ അതിൽ അലോ കൊടുക്കുക. ഇതിവിടെ ബ്ലാക്ക് സ്ക്രീൻ വന്നതാണ്, സാരമില്ല. OBSൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പെർമിഷൻ, വിൻഡോസിൻ്റെ യൂസർ അഡ്മിനിസ്ട്രേഷൻ പവർ ചോദിക്കുന്ന സമയത്ത് ബ്ലാക്ക് സ്ക്രീൻ ആകാറുണ്ട്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് സ്കിപ്പ് ചെയ്യാം. സ്പീഡിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിതിൽ നോക്കാം. ഇതിൻ്റെ ഇങ്ങനെ അപ്ഡേറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ ചില സമയത്ത് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഓരോ അപ്ഡേറ്റിൽ ഇവരെ ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ വീഡിയോ എഡിറ്ററൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഗെയിമിംഗ് ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ GeForceൻ്റെ അല്ലെങ്കിൽ Nvidia'യുടെ സ്റ്റുഡിയോ ഡ്രൈവർ ഉണ്ട്, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് കിട്ടും. ഇപ്പോൾ DaVinci Resolve 17 അതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ വേർഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കും. ജസ്റ്റ് ഒന്ന് സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എന്ത് ട്യൂട്ടോറിയൽ ആവശ്യമുണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ മാക്സിമം ആ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.